ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 16-ാം തിരുവചനം. എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. എമ്മാവൂസ് യാത്രയുടെ ഏറ്റവും വലിയ ദുഃഖം അതുതന്നെയാണ്. അവനെ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഏകദേശം 11 കിലോമീറ്ററോളം അവർക്കൊപ്പം നടന്നു. പക്ഷേ അവനെ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അവൻ്റെ ഓരോ വാക്കുകളും അവരുടെ ഹൃദയത്തെ ജ്വലിപ്പിച്ചിരുന്നു. ഭക്ഷണം കഴിക്കാൻ ഒന്നിച്ചിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. പക്ഷേ ആ നിമിഷം അവൻ അവരുടെ മുമ്പിൽ നിന്നും അപ്രത്യക്ഷനായി. കൂടെ നടന്നവൻ കുർബാനയാണെന്ന് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നതല്ലേ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം. കൂടെ നടന്നവരെ കൂടെ നടക്കുമ്പോൾ മനസ്സിലാക്കണം, അവരെ തിരിച്ചറിയണം, അവരോട് നല്ലത് പറയണം, അവരെ സ്നേഹിക്കണം, അവർക്ക് നൽകേണ്ടതൊക്കെ നൽകണം. അത് കൂട്ടുകാർക്കാകട്ടെ, കുടുംബത്തിലുള്ളവർക്കാകട്ടെ, ആർക്കുമാകട്ടെ. കൂടെ ഇല്ലാതാകുമ്പോൾ, കൂടെ നിന്നും അപ്രത്യക്ഷമായി കഴിയുമ്പോൾ പിന്നെ അവരെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞിട്ടോ, അവർ പറഞ്ഞതായിരുന്നു ശരിയെന്ന് ചിന്തിച്ചിട്ടോ, അവരായിരുന്നു നന്മയെന്ന തിരിച്ചറിവുകൾ ഉണ്ടായിട്ടോ കാര്യമില്ല. അത് വ്യർത്ഥമല്ലേ. കൂടെയുള്ളപ്പോൾ കൂടെയുള്ളവരെ തിരിച്ചറിയുക, മനസ്സിലാക്കുക. എമ്മാവൂസ് നൽകുന്നത് വലിയ ഒരു സന്ദേശമാണ്. കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കും.